എനിക്ക് തോന്നുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ അത് കേട്ടിട്ടുണ്ട്. അവർ പെട്രോളിൻ്റെ വിലയും കൂട്ടി. എന്താണ് ടിയാഗോയുടെ പ്രശ്നങ്ങളെന്നുകൂടി പറയാം. കാരണം ടിയാഗോ വാങ്ങുന്ന ആൾക്കാർ സാധാരണക്കാരാണ്. അവർക്ക് ലോൺ EMI അടച്ചിട്ട് അതിൻ്റെ കൂടെ വേറെ EMI കൂടി അടയ്ക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈസിയാണെന്ന് പറയാം. ആയി വാ. ടാറ്റ ടിയാഗോ EV എന്ന് വെച്ചാൽ അടിമുടി ഉടച്ചു വാർത്ത ടാറ്റ ടിയാഗോ. അതാണ് ടാറ്റയുടെ പുതിയ ടിയാഗോ. അതായത് ഏറ്റവും പുതിയ ടിയാഗോ EV ആണത്. അതിൻ്റെ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ കണ്ടോ? അതായത് ആ ഒരു പേസ്റ്റൽ കളറും അതിൻ്റെ മുകളിലുള്ള ചെറിയ ചെറിയ ഇൻസേർട്ടുകളൊക്കെ. അതിൻ്റെ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പില്ല, പക്ഷേ LED ഹെഡ് ലാമ്പ്സ് ആണ്. കാണുമ്പോൾ ഒരു കൗതുകമുണ്ട്. ഈ കുട്ടികൾ ജെംസ് മിഠായി കണ്ട പോലെ ഒരു കൗതുകം എനിക്ക് വണ്ടികൾ കണ്ടപ്പോൾ തോന്നി. ഈ ടിയാഗോ അടിമുടി ഉടച്ചു വാർത്തു എന്ന് പറയുമ്പോഴും ന്യൂ ജനറേഷനാണ് എന്ന് ടാറ്റ മോട്ടോഴ്സ് പറയുമ്പോഴും നമുക്കത് അങ്ങനെ പറയാൻ പറ്റാതിരിക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമും പവർ ട്രെയിനും സെയിം ആണ്, ഒരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ്. പക്ഷേ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ബാറ്ററിയിലാണ്. ബാറ്ററി മാറിയിട്ടില്ല, പക്ഷേ ബാറ്ററിയുടെ കെമിസ്ട്രി മാറിയിട്ടുണ്ടെന്ന് ടാറ്റ മോട്ടോഴ്സ് പറയുന്നു. അതുകൂടാതെ ബാറ്ററിയുടെ സപ്ലയർ മാറിയിട്ടുണ്ട്. പഞ്ചിൻ്റെ ബാറ്ററി ഇല്ലേ, പഞ്ചിൻ്റെ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന സപ്ലയറാണ് ഇപ്പോൾ ടിയാഗോയ്ക്ക് ബാറ്ററി സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇത്തിരി കൂടി ഒപ്റ്റിമൈസ്ഡ് ആണെന്നും ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് കൂടുതൽ, അതായത് 5% കൂടുതൽ റേഞ്ച് ഉണ്ടാവും എന്നുമാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. ഓക്കെ, ഈ വണ്ടിക്ക് എന്താ ശരിക്കും റേഞ്ച്? ഒരു ടിയാഗോ എന്ന് പറയുന്ന വണ്ടി നമുക്കുണ്ട്. നമ്മൾ കൊച്ചിയിലെ ആദ്യ വണ്ടികളിലൊന്ന് വാങ്ങിയിട്ട് അനുവിന് വേണ്ടി അറിയാലോ. അപ്പോൾ ആ വണ്ടി നമ്മൾ ഇഷ്ടംപോലെ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ 40,000 കിലോമീറ്ററായി, 2.5 വർഷമായിട്ടുള്ളൂ, 3 വർഷം ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. ആ 40,000 കിലോമീറ്റർ ഓടിച്ചെന്ന് മനസ്സിലായത് ടാറ്റ ടിയാഗോ എന്ന് പറയുന്നത് ഒരു വർത്ത് വണ്ടിയാണ്, ഒരു വാല്യൂ ഫോർ മണി വണ്ടിയാണെന്നുള്ളതാണ്. ഇപ്പോൾ അതൊന്നുകൂടി വാല്യൂ ഫോർ മണിയായി. കാരണം 6,99,000 രൂപയ്ക്ക് എക്സ്ഷോറൂം പ്രൈസിന് നമുക്കിതിൻ്റെ 19.2 kWh ബാറ്ററിയുള്ള മോഡൽ കിട്ടും. 24 kWh ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിന് ഏറെക്കുറെ 10 ലക്ഷം രൂപ, 999 എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിയ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും വണ്ടി ഓടിച്ചത് ജിമ്നി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വണ്ടിയുമായിട്ട് തിരുനെല്ലിവേലി പോയി. അപ്പോൾ ലോങ് ഡ്രൈവ് പറ്റില്ല, ചെറിയ വണ്ടിയാണ്, റേഞ്ച് ഇല്ലെന്നും ടിയാഗോയ്ക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ 2 വട്ടം ചാർജ് ചെയ്തെങ്കിലും ഞങ്ങൾ അതുകൊണ്ട് തിരുനെല്ലിവേലി പോയി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത് 175 to 180 ഇവന് സിറ്റിയിൽ ഓടിക്കുമ്പോൾ, അതായത് ഈ വണ്ടി ഇവൻ സിറ്റിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏറെക്കുറെ 160-170 കിലോമീറ്ററാണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 200 കിലോമീറ്ററിനുള്ളിൽ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടി എന്ന് ടിയാഗോയെ പറയാം. അതാണ് ടിയാഗോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊമറ്റ് ഉണ്ട് തൊട്ടപ്പുറത്ത്, അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ ഉണ്ടെന്ന് കൂട്ടിക്കോ. ആ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ടിയാഗോയുടെ ഗുണം എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി ഈസിയാണ് കൊണ്ടുനടക്കാൻ. ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം എന്താ, റെൻ്റൽ ഹൗസിലുള്ള ആൾക്കാർക്ക് വീട്ടിൽ കുതിരാൻ പറ്റില്ല. പക്ഷേ ടിയാഗോ EVക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, കാരണം ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പുതിയ ടിയാഗോ വന്നപ്പോൾ ഈ ഫാസ്റ്റ് ചാർജിങ് ഒന്നുകൂടി മെച്ചപ്പെട്ടു. എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് 30 മിനിറ്റ് കൊണ്ട് 80%, 20-80% ചാർജ് ആവുന്ന പറയുന്നത്. അത് വിശ്വസിക്കാവുന്ന, കാരണം 30 kWh റിസീവിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ആ 30 kWh നമുക്ക് ഒരു 30 kWh ചാർജറിൽ 24 kW കയറാൻ എന്തായാലും 1 മണിക്കൂർ വേണ്ടല്ലോ. അപ്പോൾ ആ ഒരു കണക്കിൽ ഏറെക്കുറെ ശരിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഞ്ചുള്ളൊരു വണ്ടി എന്നുള്ള നിലയ്ക്ക് കൂടി ഇതിനെ കാണണം. ഡെയിലി യൂസിന് പറ്റിയ ഇലക്ട്രിക് കാർ തന്നെ അത്യാവശ്യം റേഞ്ചും ഉണ്ടെങ്കിൽ അതെന്താണോ, അതാണ് ടിയാഗോ EV എന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നിലെയും പിന്നിലെയും ഒക്കെ അഴിച്ച് പണികൾ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബമ്പർ മാറി, ബോണറ്റ് മാറി, ലൈറ്റുകൾ മാറി. മുന്നിലെ ഈ ബോണറ്റിൻ്റെ ഷെല്ലുണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി അവർ ഉടച്ചു വാർത്തിട്ടുണ്ട്. അതായത് ഷേപ്പൊക്കെ ഒന്ന് മാറ്റി. പിന്നെ LED ഹെഡ് ലാമ്പ്സ് കൊടുത്തു. താഴെ ബമ്പറിൽ ടാറ്റയുടേതായിട്ടുള്ള ആ ലൈനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതെല്ലാം തന്നെയും എനിക്ക് തോന്നുന്നു ഒരു ഡിസൈൻ ലാംഗ്വേജ് പിടിച്ചതാണ്. ഫോഗ് ലാമ്പ് ഡമ്മിയാണ്, അവിടെ ഫോഗ് ലാമ്പ് ഇല്ല എന്നുള്ളതാണേ. പിന്നെ ഈ ടാറ്റയുടെ ലോഗോ ഇപ്പോഴും വൈറ്റ് കളറിൻ്റെ ഉള്ളിലാണെന്നുള്ളതൊരു കൗതുകമായിട്ട് തോന്നില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ പാനലേ. ഈ പാനലിൻ്റെ ഒരു കണക്ഷൻ നോക്കിയേ, ഇത് കണ്ടോ, ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് മനസ്സിലാവും നമുക്ക്. EVയിൽ അങ്ങനല്ല, ഒറ്റ മോഡലായിരുന്നു. മുന്നിലെ ലൈറ്റുകൾ മാറി LED ആയി, ബാക്കിലാണെങ്കിൽ ഹാച്ച് ഡോർ മൊത്തം മാറി. സംഭവം പിൻവശം ക്യൂട്ടാണ്. പക്ഷേ ഈ ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഗ്ലാസ് ഏരിയയുടെ താഴെ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഡമ്മിയാണ്, കണക്ടർ ഡമ്മി ലൈറ്റാണ്, വെറുതെ വെച്ചിട്ടാ. പിന്നെ ടിയാഗോ EV എന്നുള്ള ഒരു സ്റ്റിക്കർ കാണാം. ഇതാണ് ബമ്പറിൻ്റെ ദിവസം റിഫ്ലക്ടർ, താഴത്ത് ലൈറ്റ് കാണുന്നുണ്ട്. ആ 2 പാർക്കിംഗ് സെൻസർ കണ്ടില്ലേ. പിന്നെ വൈപ്പറും ഡിഫോഗറും ആ മുകളിലെ LED ലൈറ്റും കാണാം. ഷാർക്ക് ഫിൻ ആൻറ്റന. ഇവിടെ നമുക്ക്
ബൂട്ട് തുറക്കുമ്പോൾ ബൂട്ട് സ്പേസ് കാണാൻ പറ്റുന്നത്. ആ ഒരു ബൂട്ട് സ്പേസിൽ മാറ്റങ്ങളില്ല, അവിടെ തന്നെയാണ് ബാറ്ററി ഇരിക്കുന്നത്. പാർഷ്യൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ കളർ നോക്കിയേ, ഈ കളറൊക്കെ നല്ല രസമുണ്ടല്ലോ. അകത്ത് നോക്കുമ്പോൾ ഒരിത്തിരി പാലൊഴിച്ച കൊല്ലേ അങ്ങനെ പറയാം. അതെ, ഈ ഇൻറ്റീരിയറിൻ്റെ കളർ തീം കാണണമെങ്കിൽ ഇവിടെ നിന്ന് നോക്കണം. നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുക. കണ്ടോ, വശങ്ങളിൽ നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുക അലോയ് വീലല്ല, അത് വീൽ ക്യാപ്പാണ്. എയറോ വീൽസ് എന്ന് പറയുന്ന വീൽസാണ്. പുതിയ ടിയാഗോ EVയുടെ വശങ്ങളിലേ ആ വീലിന് വീൽ കപ്പാണ്. 4 ബോൾട്ടുള്ള വീലും വീൽ കപ്പും കാണാം. മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. പിന്നെ ടിയാഗോ EV എന്നതിലുള്ള വട്ടത്തിലുള്ള EVയിൽ ആ ഒരു ഡിസൈൻ കണ്ടോ. എനിക്ക് ഈ ഡോറിൻ്റെ അല്ലെങ്കിൽ ഈ വിൻഡോയുടെ ചുറ്റും കൊടുത്തിട്ടുള്ള ആ കറുത്ത ഇൻസൈഡിലെ സ്റ്റിക്കറായിരിക്കും മിക്കവാറും അത് താറോക്സിനെ ഓർമ്മിച്ചു. അതായത് അതൊരു അസമെട്രിക്കലാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇപ്പോൾ പേസ്റ്റൽ കളർ, പല കളറുകളുണ്ട്. ജെംസ് മിഠായി പോലെ പല കളറുകളുടെ വണ്ടിയാണ് ടിയാഗോ EV എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടിയാഗോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുറത്തെ മാറ്റങ്ങൾ അത്രയും നമുക്ക് ലളിതവൽക്കരിച്ച് പറയാൻ പറ്റും. അകത്താണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. റാഡിക്കലായിട്ടുള്ള മാറ്റം മുഴുവൻ അകത്താണ്. ഡാഷ്ബോർഡ് കംപ്ലീറ്റ് പൊളിച്ചു പണിതു പറഞ്ഞപ്പോൾ ഫാബ്രിക് ഇൻസെർട്ട് വന്നു. കൂടാതെ ഡാഷ്ബോർഡ് ആ ഒരു കോലം മാറി. ഇവർ ആ ഒരു മീറ്റർ ഫേസ് ഉണ്ടല്ലോ കംപ്ലീറ്റ് അയച്ചു മാറ്റി അവിടെ സ്ക്രീൻ അങ്ങ് വെച്ചു. അതായത് ഇപ്പോൾ സ്ക്രീനും മീറ്റർ സ്ക്രീനും 2 സ്ക്രീനുകളാണ്. ഈ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കൺസോൾ ഡിസൈനാണ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ഇവിടെ ഗ്ലോസി ഫിനിഷിലേ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്, പൊടിയാണെന്നൊക്കെ ആയിരുന്നു. അത് മാറിയിട്ടുണ്ട്, ഗ്രേ ഫിനിഷായി അല്ലെങ്കിൽ മാറ്റ് ഫിനിഷായി. ഇവിടെ നോക്കിയാൽ സ്വിച്ചുകൾ ഒത്തിരി റിസേഴ്സിലായി. അപ്പോൾ കൈ ഇങ്ങനെ കൊള്ളുന്നില്ല, യൂസ് ചെയ്യാൻ വേണം. പക്ഷേ ഒത്തിരി ഫ്ലിംസി പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെ തോന്നി. ഈ സ്വിച്ചുകളും നമ്മൾ പഞ്ചിൽ കണ്ടിട്ട് AC വെൻ്റ് ഞാനത് ഓണാക്കി കഴിയുമ്പോഴേ ഇവിടെ ആ ഒരു ക്ലസ്റ്റർ വരും. ക്ലസ്റ്റർ മാത്രമല്ല, ക്ലസ്റ്ററിൻ്റെ നടുഭാഗത്തെ 5 ഇഞ്ചിലാണ് കാര്യങ്ങൾ കാണുക. നമുക്ക് ട്രിപ്പ് അതുപോലെ വാട്ട് അവർ യൂസ് ചെയ്യുന്നതൊക്കെ കാണാം. പിന്നെ ഇഗ്നിഷൻ ഓൺ, ആ ചാർജ് അല്ലെങ്കിൽ ഡോർ ഓപ്പണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ആ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ സ്ക്രീൻ എന്ന് പറയുന്നത് അത്യാവശ്യത്തിലധികം റെസ്പോൺസീവ് ഇൻറ്റ്യൂറ്റീവ് ആണ്. ഇതാണ് ആപ്പിൾ കാർപ്ലേയുടെ അവസ്ഥ. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മെനുവിൽ പോയി കഴിഞ്ഞാൽ ആപ്പിൾ കാർപ്ലേ, ക്ലൈമറ്റ് കൺട്രോൾ, മീഡിയ, ക്വിക്ക് സെറ്റിങ്സ്, ഷെയർ മൈ ലൊക്കേഷൻ, സറൗണ്ട് വ്യൂ. ഈ സറൗണ്ട് വ്യൂ ക്യാമറയാണ് പുതുതായിട്ട് വന്നത്. കണ്ടോ, 3D. ആ ഒരു 3D നമ്മൾ ഡോർ അടച്ചില്ലെങ്കിൽ കാണില്ല. ഡോർ അടച്ച് കഴിയുമ്പോൾ ഡോർ അടഞ്ഞില്ലടാ ഒരു ഡോർ അടച്ച് കഴിയുമ്പോൾ കണ്ടോ, ഈ 3D വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ തിരിക്കാം. നമ്മൾ പഞ്ചിൽ ഈ സ്റ്റിയറിംഗ് തിരിച്ചപ്പോൾ വീൽ തിരിഞ്ഞിരുന്നു. ഇവിടെ അത് തിരിയുന്നില്ല കേട്ടാ, വീൽ തിരിയുന്നില്ല. നോ വീൽ തിരിയുന്നു. ബ്രേക്ക് ലൈറ്റും ഇല്ല. ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററോ അതുമില്ല. അപ്പോൾ ചെറിയൊരു ചിലവുറവൊക്കെ ഉണ്ട്, കാര്യമില്ല. പിന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ മുകൾഭാഗം നോക്കിയേ കണ്ടോ, ഡാഷ്ബോർഡിൻ്റെ മുകൾഭാഗം കണ്ടോ, കാണാൻ ഭംഗിയുണ്ടത്. എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഇവിടെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റീജനും കാര്യങ്ങളൊക്കെ, ഇവിടെ AC-ക്കും ഫിസിക്കൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങളും ഈ സ്ക്രീനകത്ത് കാണാമെങ്കിലും അവിടെ AC-ക്കുള്ള ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കൺസോളിൽ 2 മൊബൈൽ സ്പേസ് കാണാമെങ്കിലും അത് വയർലെസ് ചാർജിങ് അല്ല കേട്ടോ. ഈ ബട്ടൺ കുറച്ചുകൂടി റെസ്പോൺസീവായി. പിന്നെ കപ്പ് ഹോൾഡറുടെ ബോട്ടിലാണ് വെച്ചേക്കണത് കണ്ടോ. അതിന് ചുറ്റും നമുക്കൊരു അലുമിനിയം ഇൻസേർട്ട് കാണാം. ഈ സ്ക്വയറിൻ്റെ കപ്പലണ്ടികളും വെള്ള ബോട്ടിലും കാണാം. അതൊക്കെ സിംബോളിക്കാണ്. സിംബോളിക് ടാറ്റ ഈ സിംബോളിക് നട്ട്സ് പോയ സ്ക്വയറൽ അണ്ടിപോയ അണ്ണാൻ. ഓക്കെ, ഈ ടച്ച് സ്ക്രീനകത്ത് എല്ലാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പല വണ്ടികളിലും കണ്ട, ടാറ്റ വണ്ടികളിലും കണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അവിടെ ആ ഒരു ലെഫ്റ്റ് വ്യൂ, റൈറ്റ് വ്യൂ കണ്ടോ, അതൊക്കെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനാണ്. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടുന്ന വണ്ടികളിൽ, 10 ലക്ഷം രൂപയ്ക്ക് എക്സ്ട്രോം കിട്ടുന്ന വണ്ടികളിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി കാണാം. പക്ഷേ വയർലെസ് ചാർജിങ് കൊടുത്തില്ല. ഈ കൺസോൾ മുഴുവൻ അഴിച്ചു പണിതു. ഈ ഗിയർ ലിവർ അവർ ടാറ്റ നെക്സോണിൽ കണ്ട അല്ലെങ്കിൽ ടാറ്റയുടെ ഹാരിയറിലൊന്നും കണ്ട ഷിഫ്റ്റർ ആക്കിയിട്ടില്ല. വെരി ഗുഡ്. പക്ഷേ ഈ ഷിഫ്റ്ററിൻ്റെ റെസ്പോൺസ് അവർ കൂട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ലെതർ ഇൻസൈഡ് അതിനോട് കൊടുത്ത് പിടിക്കാനും സുഖമുണ്ട്. ഇപ്പോൾ നമുക്ക് സ്പോർട്സ് മോഡും ഡ്രൈവ് മോഡൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല, ഈസി ആണെന്ന് പറയാം. വാ കേട്ടോ, ആ ഒരു വീൽ സ്പിൻ കണ്ടില്ലേ. അപ്പോൾ ഇത് ഫൺ ഫാക്ടറുള്ള ഒരു വണ്ടി ആക്കാനായിട്ട് ടാറ്റ മോട്ടോഴ്സ് കൂടുതലായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. പകരം പ്രാക്ടിക്കാലിറ്റിയും ഭംഗിയുമാണ് കൂട്ടിയാണത്. അതായത് പ്രാക്ടിക്കാലിറ്റി കൂട്ടി എന്ന് പറയുമ്പോൾ അത് ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണുന്ന ചെറിയ ഹാച്ച് ബാക്കിൽ കാണുന്ന വണ്ടികളെക്കാൾ, ഹാച്ച് ബാക്കിൽ കാണുന്ന അത്രയും സ്റ്റോറേജ് സ്പേസിനേക്കാൾ കൂടുതൽ സ്റ്റോറേജ് സ്പേസും ഈസ്റ്റർ എഗ്സും അവർ കുത്തി നിറച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആക്കിയപ്പോൾ അവർ ശ്രദ്ധിച്ചൊരു കാര്യം പറയുന്നത് ഫുള്ള് കംപ്ലീറ്റ് മാറ്റാക്കി. എന്നാൽ പിന്നെ എല്ലാം മാറ്റായിക്കോട്ടെ, ആ ഒരു മൈൻഡിൽ എല്ലാം മാറ്റാക്കി. ഈ ഒരു ഇൻസേർട്ടും ഈ ഒരു ഏസർ മോഡൽ ഇൻസേർട്ടും മാത്രമേ ഉള്ളൂ പിയാനോ ബ്ലാക്ക്. ബാക്കി എല്ലാം മാറ്റാണ്, മാറ്റ് ഗ്രേ ആണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രൂ കൊടുത്ത് അടയ്ക്കാൻ വേണ്ടി എയർ ബാഗ് കൊണ്ടുണ്ട്. എയർ ബാഗ് ഇല്ല അവിടെ, എയർ ബാഗ് സീറ്റിലും സൈഡിലാണുള്ളത്. 20% റീസൈക്കിൾഡാണ് ഇതിനകത്തെ പദാർത്ഥങ്ങളൊക്കെയും എന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. അത് ലെഡ് ആസിഡ് ബാറ്ററിയുടെയും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെയൊക്കെ റീസൈക്കിൾ മെറ്റീരിയൽ വെച്ചിട്ടാണ് അവർ ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ പ്രകൃതി സ്നേഹം എന്ന് പറയുന്നത് ടാറ്റയ്ക്ക് ഉണ്ട്. അത് ഇലക്ട്രിക് ആയപ്പോൾ തന്നെ പകുതി സ്നേഹമായി. അതിൻ്റെ കൂടെ ഈ വക കാര്യങ്ങൾ കൂടെ ആയപ്പോൾ ഒത്തിരി കൂടി സ്നേഹം പ്രകൃതിയോടുണ്ട്. അതായത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വണ്ടിയാണ് ടാറ്റ ടിയാഗോ EV എന്ന് പറയുകയാണ് ടാറ്റ മോട്ടോഴ്സ് എന്നുള്ളത്. ഈ ഒരു ടിയാഗോയുടെ പുതിയ
ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ചുകൾ അല്ലെങ്കിൽ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് പറയാം. ഞാനിതിനെ ഫേസ് ലിഫ്റ്റ് എന്ന് വിളിക്കില്ല, കാരണം ടാറ്റ മോട്ടോഴ്സ് ഇറ്റ് സെൽഫിനെ വിളിക്കുന്നത് ഫേസ് ലിഫ്റ്റ് എന്നല്ല. സോ നമുക്ക് ഇതിനെ ഫേസ് ലിഫ്റ്റ് എന്ന് വിളിക്കേണ്ട മാറ്റങ്ങൾ എന്ന് പറയാം. ഇതിന് ഫോൾഡിങ് മിറർ ഉണ്ട്, ESP ഉണ്ട്, അല്ലെങ്കിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്, അതുപോലെ TPMS ഉണ്ട്. ഇതിന് 6 എയർ ബാഗുകളുണ്ട്. 6 എയർ ബാഗ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സകല പാനലുകളും സൈഡിലേക്ക് അഴിച്ചു പണിയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ടാറ്റ മോട്ടോഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഒരു ഫാമിലി ഒരു വണ്ടി വാങ്ങുമ്പോൾ സേഫ്റ്റി ഉള്ള വണ്ടി കൂടി വേണം എന്നുള്ളത് ഇപ്പോൾ ഭയങ്കര കാര്യമാണ്. അതായത് സേഫ്റ്റിക്ക് ഇപ്പോൾ ആളുകൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് വാല്യൂ ഫോർ മണി ആയിട്ടൊരു വണ്ടി കിട്ടുന്നു, അതിന് അത്യാവശ്യം സേഫ്റ്റി ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ ഈ വണ്ടിയിലേക്ക് ഒന്നും കൂടി ആ ഒരു കാര്യം ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ പ്രൈസിൻ്റെ കാര്യം, അതായത് കുറച്ച് വില പഞ്ചിൽ കുറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് കാറുകളുടെ വില കുറഞ്ഞല്ലോ. അപ്പോൾ ടിയാഗോയിൽ അത് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. ഇതിന് BAS ബാറ്ററി ആസ് എ സർവീസ് ഓപ്ഷൻ ഉണ്ട്. അത് 5 ലക്ഷം രൂപ താഴെയാണ്. അതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷേ ടിയാഗോ വാങ്ങുന്ന ആൾക്കാർ സാധാരണക്കാരാണ്. അവർക്ക് ലോൺ EMI അടച്ചിട്ട് അതിൻ്റെ കൂടെ വേറെ EMI കൂടി അടയ്ക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ നേരിട്ട് പൈസ കൊടുത്തിട്ട് 699 ആ ഒരു മോഡൽ അങ്ങ് മേടിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാ ലോണും കൂടെ ഒപ്പം അടയ്ക്കുകയും ചെയ്യാം. പിന്നെ വീട്ടിലാണ് ചാർജ് ചെയ്തെങ്കിൽ KSB കൊടുക്കേണ്ട കാശ് മാത്രം കൊടുത്ത് നിങ്ങൾക്ക് ചാർജ് ചെയ്താൽ ഇതിൻ്റെ യൂണിറ്റ് ആ ഒരു പ്രൈസ് വെച്ച് നോക്കിയാൽ ഈ വണ്ടി ലാഭമാണ്. ഇന്നത്തെ കണ്ടീഷനിൽ ഇപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ചാർജാണ് ചെയ്തതെങ്കിൽ ലാഭമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ അന്ന് ഒരു വണ്ടിയുമായിട്ട് ട്രിപ്പ് പോയപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ലേ, അന്ന് ആ വണ്ടിയുമായി പോയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും ലാഭത്തിൽ ഇലക്ട്രിക്കിൽ പോകുമ്പോഴും കുറച്ച് ലാഭമേ ഉണ്ടായുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ അത് കേട്ടിട്ടുണ്ട്. അവർ പെട്രോളിൻ്റെ വിലയും കൂട്ടി, ഇനിയെങ്കിലും ഇലക്ട്രിക്കിൽ കുറച്ചും കൂടി കൂടുതൽ ലാഭം രാകേഷ് എടുത്തോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. അതെന്തായാലും നന്നായി എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇലക്ട്രിക് കാറിന് കുറച്ചുകൂടി വാല്യൂറ്റി ഉണ്ട്. സാധാരണക്കാരൻ വണ്ടി വാങ്ങാണ്, ലോങ് ഒന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു സെനാരിയോ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ്, ഒരു കടയിൽ പോകുന്നു, അല്ലെങ്കിൽ സാധാരണ ലോക്കൽ ഓട്ടങ്ങൾ ഓടുന്നു, ഒന്ന് തൃശ്ശൂർ പോകണം, ചെറുതുരുത്തിയിൽ നിന്ന്. ഓക്കെ, തൃശ്ശൂർ വരെ മാക്സിമം പോകാൻ കാറിൽ. അത് കഴിഞ്ഞ് കൊച്ചിക്കാണ് പോകുന്നതെങ്കിൽ ട്രെയിനോ ബസ്സോ മതി. അതല്ലെങ്കിൽ ഒരു 50 കിലോമീറ്ററിൻ്റെ പുറത്ത് നമ്മൾ യാത്ര ചെയ്യുന്നതെല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടിനെയാണ്, ട്രെയിനിനെയും ബസ്സിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടി പെട്രോൾ വണ്ടി അല്ല, ഇപ്പോൾ ഇലക്ട്രിക് കാറാണ്. എനിക്ക് തോന്നുന്നേ, നിങ്ങൾ വീട്ടിലൊരു സോളാർ കൂടി സെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളതാണ്. ഓക്കെ, നമ്മളെപ്പോഴും വണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ അവസ്ഥ, എന്താണ് ടിയാഗോയുടെ പ്രശ്നങ്ങളെന്നുകൂടി പറയാം. കാരണം നമ്മൾ ടിയാഗോ EV ഉപയോഗിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ടിയാഗോ EV നമ്മുടെ വണ്ടിക്ക് വന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചെറുതായിട്ടൊന്ന് അടിച്ചു പോയായിരുന്നു. 20% ആകുമ്പോൾ ഒരു സെല്ല് അടിച്ചുപോയി. ആ 20%ലേക്ക് വണ്ടി എത്തുമ്പോൾ വണ്ടി ഓഫ് ആയി പോകുമായിരുന്നു. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് അവരുടെ കേട്ടസി എന്ന് പറയുന്നത് നല്ലതാണ്. അവർ വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് പകരം നമുക്ക് പുതിയ ബാറ്ററി വെച്ച് തന്നു, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക റീഫർബിഷ്ഡ് ബാറ്ററി വെച്ച് തന്നു. ഇപ്പോൾ വണ്ടി റേഞ്ചിൽ കുറവൊന്നുമില്ല, പുതിയ വണ്ടി പോലെ തന്നെയാണ് നമ്മൾ ഓടിക്കുന്നത്. കൂടാതെ ഈ ഒരു വണ്ടി അവിടെ വർക്ക്ഷോപ്പ് കിടക്കുന്ന ഓരോ ദിവസവും നമുക്ക് ഇൻഷുറൻസിൻ്റെ അല്ല, വാറണ്ടിയുടെ ഭാഗമായിട്ട് വണ്ടി ഓടിക്കാനുള്ള കാശ് 2500 രൂപ 2000 രൂപ ഒക്കെ നമുക്ക് അലവൻസ് ആയിട്ട് കിട്ടുമെന്നുള്ള ഗുണമാണ്. കാരണം ലോണർ കാർ അല്ലെങ്കിൽ പൈസ എന്നുള്ളൊരു ക്ലോസ് അതിനകത്തുണ്ട്. അത് എത്ര നമുക്ക് ചെക്ക് ചെയ്യണം, നിങ്ങളുടെ ഡോക്യുമെൻറ്റും വാറണ്ടിയൊക്കെ ആയിട്ട് ചെക്ക് ചെയ്യണം. ഞാൻ നമ്മുടെ വണ്ടിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ്. പിന്നെ 40,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ 10 കിലോമീറ്ററുള്ള മൈലേജുള്ള പെട്രോൾ വണ്ടിയുമായിട്ട് വേണ്ട 12 കിലോമീറ്ററുള്ള മൈലേജുള്ള പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ 4 ലക്ഷം രൂപ നമുക്ക് മുതലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 4 ലക്ഷം രൂപ മുതൽ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 40,000 കിലോമീറ്റർ കൊണ്ട് ഓടിയാൽ പിന്നെ നമ്മുടെ വണ്ടിയുടെ പൈസയുടെ ഒരു 3/4 ഭാഗം നമുക്ക് കിട്ടിയെന്ന് പറയാം. അന്ന് 12.5 ലക്ഷം രൂപ 12.25 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ആ ഒരു വണ്ടി എടുത്തത്. അതായത് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അത്രയില്ല, 11.25 ലക്ഷം കൊണ്ട് ആ ഒരു 11.25 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ആ വണ്ടി എടുത്തിട്ട് നമ്മൾ അതിങ്ങനെ ഓടിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ഗുണം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഒരു പൈസ വസൂൽ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ വണ്ടി പ്രേമിയൊന്നുമല്ല, നിങ്ങൾക്ക് വണ്ടി എന്ന് പറയുന്നത് ഒരു യൂസ് കേസാണ്. ഒരു സ്ഥലത്ത് പോകാൻ മാത്രമല്ല മാധ്യമമാണെന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് ഓടിക്കാൻ പറ്റിയ വണ്ടി, വാങ്ങി കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയായിട്ട് ടിയാഗോ ഞാൻ പറയാം. പിന്നെ ടിയാഗോ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു വാറണ്ടി പാക്ക് ഉണ്ട്. അതായത് ലൈഫ് ടൈം വാറണ്ടിയാണ്. പുതിയ ബാറ്ററി കെമിസ്ട്രിയും പുതിയ ബാറ്ററിയുടെ ഒരു സപ്ലയറൊക്കെ വന്നപ്പോൾ അത് ആദ്യ ഓണർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ടൈം എന്നവ 15 വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നത് കാണാം. അല്ലെങ്കിൽ 8 വർഷമല്ലേ വാറണ്ടി നടന്നത്. പിന്നെ ഈ ടിയാഗോ EVയുടെ പിൻ സീറ്റ് കംഫർട്ടബിളാണ്, നമുക്ക് ചായരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ കൊടുത്ത ഈ ഒരു പിടി കണ്ടോ, ഇതിപ്പോൾ ഒരു തൂക്കിയിട്ട പിടിയാണ്, ആ സ്പ്രിങ് ലോഡർ അല്ല. പിന്നെ ഇവിടെ കൊടുത്ത ഈ ഒരു ഫാബ്രിക് ഇൻസേർട്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസേർട്ട്. ഇതാണ് സ്വിച്ച്, ഫ്ലോട്ടിങ് പോലെ തോന്നുന്ന ഒരു ചെറിയ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ദേ ബോട്ടിൽ ഹോൾഡറൊക്കെ കാണാം. ഇതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഒരിത്തിരി ഫ്ലിംസി ആയിട്ട് തോന്നും. ഇതാണ് അതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ലോക്ക് അൺലോക്കൊക്കെ. സീറ്റ് ബാക്ക് പോക്കറ്റുകളുണ്ട്, സീറ്റിൽ എയർ ബാഗ് കാണാം. ഇതാണ് AC വെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 3 സീറ്റ് വല്ലിട്ടാണെന്ന് അറിയോ, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാകും. കാരണം സീറ്റിൽ ലോഡ് സെൻസർ ഇല്ല. ഇതാ ഞാൻ പറഞ്ഞ സ്റ്റിക്കർ, ഇതങ്ങ് പറിച്ചു തന്നാലോ. സ്റ്റിക്കർ തന്നെയാണോ,
ഈ സ്വിച്ചുകൾ നമ്മളിപ്പോൾ 5 കണ്ടു. ഇതിനൊരിത്തിരി ഫ്ലിംസ്നെസ് ഉണ്ട്. ഓക്കെ, ഇതൊരു ഫ്ലോട്ടിങ് പോലെയാണ്. ഇവിടെ കുറച്ച് വിട്ടിട്ടൊക്കെ ഉണ്ട്, ചെറിയ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യമായിട്ട് കാണാം. പക്ഷേ ഇവിടെ ഒരു സ്ക്വയറിലുണ്ട്, ഇത് മൊത്തം സ്ക്വയറിലാണ്. ഇവിടെ ഒരു വലിയ ബോട്ടിൽ ഹോൾഡറും ആ ഒരു സ്പേസൊക്കെ കാണാം, സ്പീക്കറും കാണുന്നുണ്ട്. ഈ സീറ്റ് ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. ഇതിൻ്റെ ഫാബ്രിക് ഇൻസെർട്ട് ഇഷ്ടപ്പെട്ടു, ഫാബ്രിക്കിൻ്റെ ആ ഒരു സംഗതി ഇഷ്ടപ്പെട്ടു. ഈ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊരു ഫിലിം ചെയ്ത് തോന്നി. ഇവിടുത്തെ ആ ഒരു ചെറിയ ഫ്ലാപ്പ് ഇട്ടുണ്ട്. ഓക്കെ, ഈ മാറ്റിന് ഹുക്ക് ഇട്ടുണ്ടോ. പിന്നെ ആ ഒരു കൺസോളിൻ്റെ സൈഡിൽ AC വെൻറ്റ്. ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഇതാണ് പൊട്ടിയിട്ട് എടുക്കുന്ന AC വെൻറ്റ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ റിസസിലാണ് 2 സ്ക്രീൻസ് നിൽക്കുന്നില്ലേ, അതിനും ലൈൻസ് കൊടുക്കുന്നുണ്ട്, ടാറ്റയുടെ ഡിസൈൻ ലാംഗ്വേജ്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു, ലുക്സ് കൊള്ളാം, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഉള്ള പെമ്പിളെ കണ്ട് നമ്മൾ പറയില്ലേ ക്യൂട്ട്നെസ് വാരി വിതറാന്ന്, അതുപോലെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടുള്ളൊരു വണ്ടിയാണ് പുതിയ ടിയാഗോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഗ്ലോ ബോക്സ് തുറന്നു കഴിയുമ്പോൾ ഈ ഗ്ലോ ബോക്സിനകത്ത് കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ടെന്ന് കാണാം. കണ്ടോ, തുറന്ന 2 ഹോൾ വരും, കണ്ടോ, കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്തും ഉണ്ട് ആ ഒരു സ്ക്വയറിൻ്റെ നട്ട്സൊക്കെ ഇവിടെ ഒരു ഏരിയയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സ്പോർട്സ് മോഡ് എടുത്ത് ഓടിച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ. ഇത് മര്യാദയ്ക്ക് കുന്തളിപ്പ് കാണിച്ച് ഓടിച്ചാൽ എന്ത് റേഞ്ച് കിട്ടും പറയാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ സ്പോർട്സ് മോഡിൽ ചവിട്ടി പൊളിച്ച് ഓടിക്കുകയാണെങ്കിൽ ഒരു 150 കിലോമീറ്റർ റേഞ്ച് കിട്ടും. ഇതിൻ്റെ ഹാൻഡ്ലിങ് കൊള്ളാം. ഇത് റൈഡ് ഗോൾഡ് നല്ലതാണ്. റൈഡ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ മുന്നേ നല്ലതാണ്. അതായത് ഒരു വലിയ കാറിൻ്റെ റൈഡ് ഗോൾഡിലുള്ള ചെറിയ കാറാണ് ടിയാഗോ EV എന്ന് പറയുന്നത്. ഈ സ്റ്റിയറിങ്ങിന് റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് എർഗണോമിക്കലി കൊള്ളാം. പക്ഷേ നമ്മളിരിക്കുന്ന ഏറ്റവും ബാക്കിലാകുമ്പോഴേ ഞാൻ കൈ ഇങ്ങനെ നീട്ടിച്ച് പിടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് റീച്ചും കൂടി വേണ്ടതാണ്. ചെറിയ കാറുകളാണ് അതൊക്കെ ആവശ്യം. പിന്നെ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആസ്ക് ചെയ്യാൻ പാടില്ല. വി ആർ ആസ്കിങ് ടു മച്ച് എന്നുള്ളതാണ്. അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ ഇലക്ട്രിക് കാർ ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയാം ടിയാഗോ EV ആണെന്നുള്ളതാണ്. അപ്പോൾ എന്താ കൊമറ്റ് മേടിച്ചാൽ പറ്റില്ലേ? കൊമറ്റ് ഒരു പൈസക്കാരൻ്റെ വണ്ടിയാണെന്ന് ഞാൻ പറയും. കാരണം കൊമറ്റ് മേടിച്ച് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വീട്ടിൽ ചാർജ് ചെയ്ത് തിരിച്ച് വീട്ടിൽ തന്നെ ഒന്ന് ചാർജ് ചെയ്യണം. ഇതങ്ങനല്ല, ഇതിന് DC ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇപ്പോൾ ഈ വണ്ടി നമ്മുടെ ടിയാഗോ EV നമ്മൾ ജിമ്മിന് എടുക്കാനായിട്ട് തിരുനെൽവേലിയൊക്കെ പോകുന്നുണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ നിർത്തി ചാർജ് ചെയ്തിട്ടാണ് പോയത്. അതുപോലെ അതുകൊണ്ട് കൊടൈക്കനാൽ പോയിട്ടുണ്ട്, കുറച്ച് ചാർജ് ചെയ്തിട്ട്. അപ്പോൾ ആ വണ്ടി അത്യാവശ്യം പ്രാക്ടിക്കലാണ്. അപ്പോൾ ഈ വണ്ടി കുറച്ചുകൂടി പ്രാക്ടിക്കലാണെന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഉദ്ദി നിൽക്കുന്ന AC നമ്മുടെ നേർക്ക് ശരിക്കും കാറ്റടിക്കുന്നുണ്ട്, അത് കൊള്ളാം. പിന്നെ സ്വിച്ചുകളുടെ ക്വാളിറ്റിയൊക്കെ കൊള്ളാം. ഈ സോഫ്റ്റ് ടച്ച് എന്ന് പറയുന്നത് ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ലെതർ റാപ്പിംഗ് ഇല്ലെങ്കിലും ഈ സ്റ്റിയറിങ്, ഈ മാറ്റ് ഫിനിഷാണ് സ്റ്റിയറിങ് നല്ലത്. മറ്റേ ഗ്ലോസി ആയിട്ടുള്ള സ്റ്റിയറിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് അല്ല. പിന്നെ എൻ്റെ കയ്യിൻ്റെ മുകളിൽ ഇത് കൊണ്ടാലും സ്വിച്ച് ഓൺ ആവില്ല. കാരണം നമ്മൾ പർപ്പസ്ഫുള്ളി ഞെക്കാൻ കുറച്ച് റിസസിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ടാറ്റ ലോഗോ അല്ല, ടാറ്റ EV ലോഗോ ആണ് കേട്ടോ. ഹോൺ എന്ന് പറയുന്നത് 2 ഹോൺ ഉണ്ട്. ഈ മിററിന് ഡിമ്മിങ്, ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവൽ ഡിമ്മിങ് കണക്ഷൻ മതി. പിന്നെ ഈ വണ്ടിയുടെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ കൗതുകത്തിൻ്റെ കൂടെ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ടിയാഗോ EVക്ക് എന്താ ഉള്ളത്? റേഞ്ച് ഉണ്ട്, അത് മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പിന്നെന്താ, ഫീച്ചേഴ്സ് ഉണ്ട്, ഫീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന വണ്ടികളിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള ഇലക്ട്രിക് കാറ് എന്ന് തന്നെയാണ് ഞാൻ ഈ വണ്ടിയെ പറയാം. അപ്പോൾ അലോയില്ലല്ലോ, എയറോവില്ലേ, അതിനെന്താ കുഴപ്പം? കാണാൻ ഭംഗിയുണ്ടല്ലോ. ഞാനൊന്ന് കാലൊടുക്കണേ. അത് D മോഡാണ്, സ്പോർട്സ് മോഡ് പ്ലീസ്. നിശബ്ദനാണ്, പക്ഷേ അക്രമിയാണ് അല്ലേ? നിശബ്ദമായിട്ടുള്ള അക്രമി എന്ന് ടാറ്റ ടിയാഗോനെ പറയാം അല്ലേ? ശരി.